Hello guys, I am not doing a reaction video. പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായി റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ. ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ. നിന്റെ ശരീരം, ഈ തൊള നിന്റെ അമ്മച്ചിക്കുമുണ്ട്, ആ തൊളയിൽ കൂടെയാണ് നീ പുറത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് ആ കുട്ടി കാണിച്ച വൃത്തികേട് എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഞാൻ അതിനെ മകളെ പോലെ സ്നേഹിച്ചതുകൊണ്ടാണ്. അയ്യോ, നല്ല ഊമ്പത്തിരി മകളെ പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ തൊളയെ കുറിച്ച് ഇത്ര വർണ്ണാഭമായിട്ട് ജനങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ മകളെ പോലെ സ്നേഹിക്കുന്ന ആ മകൾക്ക് കൊടുക്കുന്ന വലിയൊരു വിലയായിട്ട് മാത്രമേ ഈ സമൂഹത്തിലുള്ളവർക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. സ്വന്തം പ്രൊഫൈലിൽ നിൽക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ പറയാം, അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. കുറേ ദിവസങ്ങളായിട്ട് ഈ സാധനം സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ടെങ്കിലും വെറും നാറ്റക്കേസും തീട്ടക്കേസും തൊട്ട് കഴിഞ്ഞാൽ ദേഹം ഉൾപ്പെടെ 7 വെള്ളത്തിൽ കുളിച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ നാറുമെന്ന് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് തൊടാതിരുന്നത്. പക്ഷേ ഇനിയും ഇവരുടെ ഈ തന്തയില്ലായ്മ പ്രോത്സാഹിപ്പിച്ച് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇവർ ഏതാണ്ട് വലിയ കുണ്ണപ്പച്ചാരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിലോ വെരി ബാഡ് മെസ്സേജസ് ആയിരിക്കും നമ്മളുടെ ഫോളോവേഴ്സിനും നമ്മളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. കുറേ പേര് ചോദിച്ചു, എന്താണ് ഷബീന ബീബി ആയതുകൊണ്ട് നീ പേടിച്ചത് കൊണ്ടാണ്? നോ, നെവർ. നമ്മളെ തൊട്ടാൽ തിരിച്ചു തൊടും, നമ്മളെ തൊട്ടാൽ വീണ്ടും തൊടും, തൊട്ടാൽ വീണ്ടും തൊടും, അവസാനിപ്പിക്കത്തില്ല. അത് വേറൊരു കാര്യം. അത് നമ്മൾ പണ്ട് തൊട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. പക്ഷെ ഇത് വെരി ബാഡാ ചേച്ചി. നിങ്ങളെ ഈ ഷബീന താത്ത എന്ന് വിളിക്കുന്ന ഒരു ബഹുമാനാർത്ഥം മുസ്ലിം സ്ത്രീകളെ വിളിക്കുന്നതായിട്ടാണ് എനിക്കറിയാവുന്നത്. നമ്മളെക്കാട്ടിലും പ്രായത്തിന് മൂത്തവരെ താത്ത, അതായത് ചേച്ചി എന്നൊക്കെ വിളിക്കുന്ന ഒരു ഇതേ ഉള്ളൂ. യു ഡോണ്ട് ഡിസേർവ് ദാറ്റ്. നമ്മൾ ഒരിക്കലും തരത്തില്ല. ആ താത്ത ഞാനങ്ങ് കളയുമോ? ഷഫീന വെറും പന്ന സ്വഭാവമല്ലേ കാണിക്കുന്നത്? സ്വന്തം ശരീരത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് പോലെ തന്നെയല്ലേ ഒരു വേറൊരു സ്ത്രീയോടും വർണ്ണിക്കുന്നത് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞാലും അതുപോലെ മറ്റൊരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞാലും ഇതെല്ലാം ഒരേ രീതിയാണ് പോകുന്നത്. കാരണം ബേസിക്കലി ഇതെല്ലാം ഒരേ സ്ട്രക്ചർ ആണല്ലോ. നിങ്ങൾ എന്തിനീ പന്ന സ്വഭാവം കാണിക്കുന്നത്? അല്പം മാന്യതയൊക്കെ വേണ്ടേ? നിങ്ങൾ തന്നെ പറയുന്നു സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണെന്ന്. ആരുടെ മറ്റേ ഉദ്ഘാടനത്തിന് നടക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ഹണി റോസിന് സ്വന്തം സ്വാതന്ത്ര്യം ഡ്രസ്സ് ഇടാൻ നിങ്ങളെത്ര ആരടാ പറയാൻ? മറ്റേതാ മറിച്ചാ എനിക്ക് തട്ടോടാൻ പറ്റത്തില്ല, അതെന്റെ സ്വന്തം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെണ്ണ അവളുടെ സ്വാതന്ത്ര്യത്തിന് ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കിനും അത് നീ ബസ്സിനകത്തൊക്കെ കയറി ചെന്ന് ചെക്ക് പിടിക്കുന്നൊക്കെ പറയുന്നു. ഒരു മര്യാദ വേണ്ടേ പറയുന്നതിന്? ബേസിക്കലി ഈ പെണ്ണ് ഇട്ടിരിക്കുന്ന ഫോട്ടോഷൂട്ടൊന്നും പബ്ലിക് റോഡിലോ മറ്റേ മെട്രോ റെയിൽവേ സ്റ്റേഷനിലോ വന്ന് നിന്നിട്ടൊന്നുമല്ല. അവരവരുടേതായ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്ക് ഞാൻ സംസാരിക്കുന്ന മുമ്പ് ഈ പെണ്ണ് ആരാന്ന് അറിയാമല്ലോ. മഞ്ജുപിള്ളയുടെ മകളാണ്, അതെല്ലാം വോട്ടവർ നിങ്ങൾക്കറിയാം. ഇതുമായിട്ട് കേസുമായിട്ട് പോയിട്ടുണ്ട്. ആ കേസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് 2 ടൈപ്പ് ഉണ്ട്. അത് ഞാനത് കാണിക്കാം. അറിഞ്ഞെടുത്തോളം ഇത് അത്യാവശ്യം ചേച്ചി കുടുങ്ങുന്ന പരിപാടി തന്നെ കാണിച്ചു വെച്ചിരിക്കുക. ചേച്ചി അല്ല, സോറി ജനങ്ങളെ, ഐ എം റിയലി സോറി. ഷബീന, നീ കുടുങ്ങുന്ന പണികളാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് ഈ പെൺകൊച്ചിൻ്റെ പ്രൊഫൈലൊന്ന് ലിങ്ക്ഡിനകത്ത് കിടപ്പുണ്ട്. ദയാ സുജിത്താണ് അതിനകത്ത്. ഡിപ്ലോമ ഇൻ ഫാഷൻ സ്റ്റൈലിംഗ് ഫ്രം പോലിമാര എന്ന് പറയുന്ന ഇറ്റലിയിലുള്ള ഒരു സംഭവമാണ്. ഞാനത് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം. എന്താണ്ട് പോലിമാര ഈസ് എ പ്രൈമറി ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഫ്ലോറൻസ്, ഇറ്റലി, റിനോവേറ്റഡ് ഫോർ ഡിസൈൻ, ബിസിനസ് ആൻഡ് ലക്ഷറി മാനേജ്മെന്റ് പ്രോഗ്രാംസ്. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൊരു പഠിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടേതായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളാണ്. അതായത് നമ്മുടെ TV ചാനൽ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അവിടെയൊക്കെ വരുന്ന രീതിയിലുള്ള ഡ്രസ്സ് തന്നെ. അന്ന് ഇത് ഭയങ്കര ഇതായിരുന്നു. ചേച്ചി ആ കാലഘട്ടത്തിലുള്ളതാണല്ലോ. അതായത് ഫാഷൻ ഷോ TV ചാനലിലെങ്ങാണ് അറിയാതെ എങ്ങാണ് റിമോട്ട് തട്ടി വീണ് കഴിഞ്ഞാൽ അവൻ നശിച്ചവനാ എന്ന് കാണുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പിഴച്ചു വളർന്നു വന്നൊരു ചേച്ചിയാണല്ലോ. ചേച്ചിയല്ല സബീന. എന്തിനാ ഇടക്കിടക്ക് നിനക്ക് ചേച്ചി എന്ന് വരുന്നത്? അടങ്ങ് നീ എന്ന്. ഞാൻ കുറച്ചൊക്കെ അടങ്ങടാ ബിച്ചു, അടങ്ങി സംസാരിക്കുക. അപ്പം അങ്ങനെ വളർന്നു വന്ന ഒരാളായതുകൊണ്ട് ആ രീതിയിലായിരിക്കും പിന്നെ എല്ലാം കാണാനായിട്ട് പോകുന്നത്. കാലം മാറുന്നു, കോലം മാറുന്നു, ഒന്നും അറിയുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ആ വീട്ടിനകത്ത് ഒറ്റ ഇരിപ്പായതുകൊണ്ടായിരിക്കും കാലവും കോലവും ഒന്നും മാറുന്ന അറിയാനായിട്ട് സാധിക്കാത്തത്. വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഞാൻ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവരുടെ ഡ്രസ്സിനെ കുറിച്ച് ഒന്നല്ല, ഇവർ വന്ന് കിടന്ന് അപരാധിക്കുന്ന അപരാധം അതൊന്നും നമ്മളെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന പരിധിക്കും അപ്പുറമാണ്. ഒരു പെണ്ണ്, ആ പെണ്ണിനൊരു അമ്മ കാണും, അച്ഛൻ കാണും, അവരുടെ കൂട്ടുകാർ കാണും, കൂട്ടുകാരുടെ അമ്മയും അച്ഛനും കാണും. ഇവരൊക്കെ ഈ പെണ്ണിനെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്? ഒരു മാന്യത വേണ്ടേ? സ്വന്തം മകളെ പോലെയാണ് വീണ്ടെടുത്തിടന്ന് വീണ്ടും ഉരുളുക. സ്വന്തം മകളെ പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറഞ്ഞു വന്നത്. കേസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളതും ഷബീനയുടെ കാര്യം ഞാൻ ഈ വ്യക്തമായിട്ട് ഈ വീഡിയോ വെക്കാം. ആദ്യം നമുക്ക് ഇവരൊരു 2 ഡ്രസ്സ് ഇട്ടുണ്ട്, 2 വീഡിയോ ഇട്ടുണ്ട്. അതിനകത്ത് മർമ്മപ്രധാനമായിട്ടുള്ള 2-3 ടോപ്പിക്കുകൾ നമുക്ക് കണ്ടിട്ട് നേരെ അതിലേക്ക് തന്നെ കടക്കാം. ഓക്കെ, ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പൊതു ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയലിൽ ഉണ്ടാക്കണം, സാമ്പാറിന് ഉണ്ടാക്കണം, കൊച്ചുങ്ങളെ തുണി ഇടണം, നാളത്തെ യൂണിഫോം മലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം, ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും, പക്ഷെ അതിനുള്ള സമയമില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം, അപ്പോഴും ഭർത്താവ് വരും, ബാ നമുക്കൊന്ന് കളിക്കാം.
ഇതിലൊക്കെ വില്ലിക്കാൻ വേണ്ട ഓട്ടപ്പാച്ചിലിൽ ഭ്രാന്തെടുത്തോടുന്ന ഓരോ വീട്ടമ്മമാര് ഫേസ് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ, തോണ്ടൽ. ഞാൻ വിചാരിച്ചു ഒരു സ്ത്രീയുടെ ജോലിയെ കുറിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ഇവരിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് രാത്രി ആകുമ്പോ നമുക്കൊന്ന് കളിക്കാം. എന്റെ പൊന്നളിയാ, എടാ എനിക്ക് ബേസിക്കലി തോന്നിയെന്നറിയോ, ചിലർക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും. ഇവിടെ ഇച്ചിരി പുളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പുളിച്ച മാത്രമല്ല, പുളിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട്. ബസ്സിൽ കയറുന്ന, ഡ്രസ്സ് ഇടുന്ന, ബസ്സിൽ തൊട്ട കാര്യമൊക്കെ പറയുന്നത് ഇത് ഇവരുടെ പ്രൊഫൈലിനകത്ത് എന്നിട്ട് അവർ ഏതോ ഒരു സ്റ്റുഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിന്നിട്ട് ആ പെണ്ണൊരു 10 ഫോട്ടോ എടുത്തിട്ടേക്കുക. ഈ ഫോട്ടോ റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിയങ്ക ചോപ്രയെ എടുത്തു വെച്ച് ഇവിടെ വിട്ട് അവരാധിക്കണം. സ്വന്തം സീരിയസ് ആയിട്ട് ദീപിക പടുകോണിനെ എടുത്തു വെച്ച് അവരാധിക്കണം, ചെയ്തിരിക്കണം. ജെനിഫർ ലൂപ്പസിനെ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരണം. അങ്ങനെ എത്രയോ സ്ത്രീകൾ, പെട്ടെന്ന് ഞാൻ പേര് മറന്നുപോയി, അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് നിങ്ങൾ എടുത്ത് വെച്ച് അവരാധിക്കണം. അപ്പം നിങ്ങളുടെ എത്തിക്സ് എന്തോ നമുക്ക് മനസ്സിലായി. അല്ലാതെ മഞ്ജുപിള്ളയുടെ മോളെ മാത്രം എടുത്ത് വെച്ച് ഇങ്ങനെ ഊക്കാനായിട്ട് മഞ്ജുപിള്ളയായിട്ട് വല്ല വൈരാഗ്യം ഉണ്ടോ? അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാരെ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യം ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേടാ, മറ്റേ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നതാ. ഏതെങ്കിലും ഒരു ബോഡി വടിവുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേക്കിന് എന്ത് തേങ്ങാക്കൊലയാടാ, എനിക്കിതൊന്നും കിട്ടിയില്ലല്ലോ, ദൈവം ഇതൊന്നും എനിക്ക് തന്നില്ലല്ലോ, നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്, എനിക്കത് പറ്റുന്നില്ലല്ലോ, എനിക്കതിൻ്റെ ആ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ മൂത്ത് മരവിച്ച് പൊട്ടി. നമ്മുടെ അറക്കൽ ഒരു വേർഡ് അവസാനം പറഞ്ഞാൽ അതിനകത്ത് കൊണ്ടുവരുന്നില്ല. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പൊട്ടി അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനായിരിക്കും ചേച്ചിക്ക് ഇതുപോലെയൊക്കെ ഓരോരുത്തരെ കാണുമ്പോഴത്തേന് പറയാനായിട്ട് തോന്നുന്നത്. അതിന് കുറ്റം പറയാൻ പറ്റത്തില്ലടാ. എൻ്റെ ഒരു ബേസിക്കലി ഞാൻ പറയുന്നത് വെച്ചാൽ, ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതായത് നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ട് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾ വീണ്ടും ഇവരെ പ്രൊവോക്ക് ചെയ്യുന്ന ഇവർ ചെയ്യുക. ഇവർക്ക് ഇതിനകത്ത് കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതായത് നിങ്ങളെ രണ്ട് പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും സത്യമായിട്ടും. കാരണം കഴിയാത്ത കാര്യം മറ്റൊരാൾ ചെയ്ത് കാണിക്കുമ്പോഴുണ്ടാവുന്ന ഒരു മാനസിക വിങ്ങലുണ്ടല്ലോ, ആ വിങ്ങലാണ് ഇവിടെ പ്രകടമായത്. ആ വിങ്ങലിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് ഈ വീഡിയോ ഞാൻ വ്യക്തമായിട്ട് കാണിക്കാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എഴുന്നേറ്റ് പോകുക. മര്യാദയ്ക്ക് എൻ്റെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുത്തുള്ള കാര്യം ഞാൻ പറയാം. എല്ലാ ദിവസവും കിടന്ന് ഹൈപ്പിന് കിടന്ന് സംസാരിക്കാനായിട്ടേ ഞാൻ നിങ്ങളുടെ വീഡിയോ ചെയ്യുന്ന ആളാണ്. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നില്ല. മര്യാദയ്ക്ക് കൊടുത്തോളാം. ലൈക്ക് കമൻറ്റ് മൊത്തം ഇട്ട് നേഷ് ചെയ്തോളാം കേട്ടല്ലോ. ബാക്കി കാണാം. പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. അയ്യോ, ഇതൊക്കെ മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനോടോ അല്ലെങ്കിൽ ഞാൻ മകളെ പോലെ കണ്ടൊരു പെണ്ണിനോടാണ് എന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, വളരെ വളരെ മാംസ് ലവ് സ്റ്റെപ്പ് മാംസ് ലവ്. അവരാതിത്തരം വിളിച്ചു പറഞ്ഞിട്ട് കളിയാ. യൂട്യൂബിന്റെ കുറെ പോളിസീസ് ഒക്കെ മാറി. അല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പം ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് 10 തെറി ഞാനങ്ങ് വിളിക്കും, അത്രേ ഉള്ളൂ. അല്ല ഇത് നടക്കത്തില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യൂട്യൂബിൻ്റെ പല കാര്യങ്ങളും മാറ്റിയെടുത്തിരിക്കുന്നു. ഇവർ ഈ കാണിക്കുന്ന തോന്നിയാസം ഉണ്ടല്ലോ, ഇവർ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന അപരാധിത്തരം, ഈ അപരാധിത്തരം ഇങ്ങനെ കാണിക്കുന്നതോറും എൻ്റെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ട്, ഇതെല്ലാം നമ്മളെയും കൂടെ എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മളും അതേ പ്രൊഫൈലിൽ നിൽക്കുന്നതാണ്. പേര് ദോഷം വരുമ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ മൊട്ടയന്മാർക്കും കൂടെ ചേർത്തായിരിക്കും ഇവരെ പോലുള്ള തന്തയില്ലായ്മ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് വരുന്നത്. ഒന്നേ ഉള്ളു കൊലക്കെ കടിച്ച് വളർത്താന്ന് ഇവർ തന്നെ അതേ പറഞ്ഞു. ഒന്നേ ഉള്ളു ഈ കൂട്ടത്തിൽ ആ സാമാനത്തെ കൊണ്ടുപോയിട്ട് ചെന്നൈ മേലിനകത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ മറ്റേ മരം മുറിക്കുന്ന ഇതുണ്ടല്ലോ, മറ്റേ ആ സാമില്ലാന്ന് അല്ലെ മറ്റേ വിട് എനിക്കറിയത്തില്ലെന്നൊന്നും. മെനിയാന്നൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരും, ആ സമയത്ത് ഏവനെങ്കിലും കയറിയാൽ മതി. അവളമ്മയും അതും അതാണ്, അവർക്ക് അതാണ് താല്പര്യം. ഞങ്ങൾക്കാർക്കും ആ താല്പര്യം. ഞങ്ങളുടെയൊക്കെ ദേഹത്ത് മറ്റൊരു പുരുഷൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നത് പോലും സഹിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് കമന്റുകൾക്ക് മിക്ക വ്ളോഗേഴ്സും എടുത്തു വെച്ച് ബുദ്ധിമുട്ട് പറയുന്നത്? കമന്റ് കാണുമ്പോൾ എന്തുകൊണ്ട് ബ്ലോഗേഴ്സ് ബുദ്ധിമുട്ട് പറയും? കളിക്കാന്ന് വിളിക്കാം, അവൻ കളിക്കാന്നല്ലേ പറഞ്ഞുള്ളൂ, അതൊരു വലിയ കാര്യമാണോ? എന്തുകൊണ്ട് അത് ഫീൽ ചെയ്യുന്നു? ആ ഫീലിംഗ്, ആ ഗട്ട് ഫീലിംഗ്, അത് എന്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി, ഷെഫീന എന്ന വ്യക്തിക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് രീതിയിലുള്ള നിലപാടുകളുണ്ട്, ശക്തമായ കാഴ്ചപ്പാടുണ്ട്, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു അമ്മയാണ്, ഞാൻ സഹോദരിയാണ്, ഞാനൊരു മകളാണ്, ഇതിനേക്കാളുപരി ഞാൻ സ്ത്രീയാണ്.
ഇതൊരു ശരീരമാണ്. ഇത് എന്റേതായ യൂട്ടിലിറ്റിക്ക് ഞാൻ വെച്ചിരിക്കുന്ന എന്റെ ശരീരഭാഗങ്ങളാണ്. വല്ലവനും നോക്കി വെള്ളം വറക്കാനും കുത്തിക്കയറ്റാനും ഉള്ളതല്ല. വെള്ളവനെ നോക്കി വെള്ളം ഇറക്കാനും വല്ലവരെ പോയി കുത്തിക്കയറ്റാനായിട്ടാരും നിന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ ഈ പറയുന്നതിനകത്തൊരു വലിയ ഒരു, അതായത് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ആരാന്നറിയോ, ഇതേപോലെ അന്തർജനങ്ങൾ കാണുമല്ലോ, അതായത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, ആരും കുറ്റം പറയുന്നില്ല ഇതിനകത്ത്. അതേപോലുള്ള ഒരു ലിമിറ്റഡ് ഓഡിയൻസിന്റെ ക്രൗഡ് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിൽ കിടന്നുകൊണ്ട് വെറും തന്തയില്ലായ്മയും പോഴിത്തരവും വായി വരുന്ന തോന്നിവാസങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് റീച്ച് ഉണ്ടാക്കാം. അതിലൂടെ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയിട്ട് ഇവരെ യൂട്യൂബർ എന്ന രീതിയിൽ എന്തിന് കാറ്റഗറൈസ് ചെയ്യുന്നത്? ഒരിക്കലും ഇൻഫ്ലുവൻസ് എന്ന് പറയില്ല കേട്ടോ എൻ്റെ പൊന്നളിയാ. അറിയാതെ നിങ്ങളുടെ വായ പോലും ഇൻഫ്ലോ പോലും ഒന്നുമല്ല, യൂട്യൂബർ എന്ന് പോലും പറയില്ല. നിങ്ങൾ വേറെ ഏതൊക്കെ പേര് വിളിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു പേര്. താത്ത പ്ലീസ് അവോയ്ഡ് ദാറ്റ്. താത്ത സബീന, അത് മതി. നിങ്ങളുടെ ദേഹത്ത് ആരെങ്കിലും തൊടുന്നോ പിടിക്കുന്നോ കളിക്കുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് അത് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നില്ല എന്ന് പറയുന്ന ഇതേ വാഗോണ്ട് തന്നെ ഒരു പെണ്ണിനെ 100 അപരാധങ്ങളും അവർ അച്ഛനെ അമ്മയെ ചേർത്ത് വെച്ച് ഓരോ അപരാധങ്ങൾ പറയുന്നു. അപ്പോൾ ഇതൊന്നും കാണുമ്പോഴത്തേനും കേൾക്കുമ്പോഴത്തേനും ആ പെണ്ണിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല ഷബീനെ? നിൽക്കാതെ 2 വെള്ളത്തിൽ ഒരുപാട് നേരം നിൽക്കാതെ ഇങ്ങനെ പാവട്ട വലിഞ്ഞ് കീറി അങ്ങ് പോത്തേ ഉള്ളൂ. ഞാൻ ശേഷം ചേച്ചിയുടെ പുതിയൊരു ചുമന്ന ഡ്രസ്സ് ഇട്ടുണ്ടല്ലോ ഒരു കഥയുണ്ട്, ആ കഥയൊന്ന് കാണാം ഇനി അടുത്ത്. ആ കുട്ടി കാണിച്ച വൃത്തികേട് എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത, ഞാൻ അതിനെ മകളെ പോലെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആ കുട്ടിയുടെ ബോൾഡിനെസ്സും അവളുടെ നൈറ്റ് ഇട്ടുകൊണ്ടുള്ള സർക്കസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആളുകളുടെ വസ്ത്രത്തോടുള്ള അഭിപ്രായത്തിനെതിരെ അവളുടെ പൊരുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈറ്റ് ഇട്ട് പുറത്തിറങ്ങിയാൽ എന്തോ ചെയ്യും? എന്തോ വട്ടയിടാനാ? എന്താ കുഴപ്പം? ഓക്കെ, സ്കേർട്ട് ഇട്ട് പുറത്തിറങ്ങിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ അവളിട്ട വസ്ത്രം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായ എന്റെ അമ്മ മനസ്സാണ്. ആ ദേഷ്യമാണ്. അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തളസി പോലെ ഈ തിരുമുൻപിൽ വന്നു നിന്നാൽ ഞാൻ അങ്ങാടി പൈക്കിടാവ്. പുറത്തിറങ്ങുന്ന ഡ്രസ്സ്. ആ പെണ്ണ് പുറത്തൊക്കെ നൈറ്റ് ഇട്ടുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി അങ്ങനെ പോകുന്നത് എന്തോ. അപ്പോൾ അതൊന്നും കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല, എനിക്കറിയത്തില്ല. ഈ ഇട്ടിരിക്കുന്ന ഫോട്ടോസും നിങ്ങൾ എടുത്തുകൊണ്ടുവന്ന പ്രൊഫൈലും നിങ്ങൾ ഈ കാണിക്കുന്ന ഫോട്ടോസ് എല്ലാം ഓരോ സ്റ്റുഡിയോയിൽ ഫോട്ടോഷൂട്ടിനകത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് എടുത്തുകൊണ്ട് വന്നിട്ട് പബ്ലിക് പ്ലേസിൽ, ഓട്ടോയിൽ, ബസ്സിൽ, റെയിൽവേ സ്റ്റേഷന്, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിനകത്ത് എന്ത് യുക്തിബോധമാണ് ഉള്ളത് ഷഫീന? നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് സ്വന്തമായിട്ട് നനയ്ക്കുന്നതിന് മുമ്പേ ആ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് റിഗ്രറ്റ് അടിച്ച് ഞാൻ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറയാനുള്ളൊരു സാമാന്യ മര്യാദയും കോമൺ സെൻസും നിങ്ങൾ കാണിക്കണം. അല്ലാതെ വീണ്ടെടുത്ത് കിടന്നുകൊണ്ട് വീണ്ടും അവരെ ആക്ഷേപഹാസ്യം പുറത്ത് പിടിപ്പിച്ച് വെറും നാണമില്ലാത്ത ഞാൻ ക്ലിയർ കട്ടായിട്ട് പറയുക, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വരെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. പ്ലീസ് അവോയ്ഡ് ഈ വെറും വൃത്തികെട്ട രീതിയിലുള്ള ഈ ഒരു സംസാരവും ശൈലി. ഞാനും സംസാരിക്കും, നിങ്ങൾ വേണം എൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ നീ അങ്ങനെ തൊലിക്കുന്നതല്ലാന്ന് പറയും. ഞാൻ അങ്ങനെ തൊലിക്കുന്നവൻ തന്നെ. പക്ഷേ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ അത് കട്ട് ചെയ്യും, അല്ലെങ്കിൽ കളയും, അല്ല ക്ഷമ പറയാനുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയും. ആ ഒരു മനസ്സെങ്കിലും കാണില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു സ്ത്രീ തന്നെയല്ലേ? നിങ്ങൾ ഇതേപോലെ ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചല്ലേ കൊണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് നിങ്ങളുടെ ശരീരത്തിനെക്കുറിച്ച് ഏതെങ്കിലും ഒരുത്തിയെ വന്നിട്ട് ഇമ്മാര് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ, എത്രണ്ണമുണ്ട്? അങ്ങനെ വേണ്ടി തറയുണ്ടോ? ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ പിള്ളേരിൽ ആർക്കെങ്കിലും ദേഷ്യം വരത്തില്ലേ? അല്ല, നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ വാപ്പ ഉണ്ടെങ്കിൽ വാപ്പയ്ക്ക് ദേഷ്യം വരത്തില്ല എൻ്റെ മോളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ? നിങ്ങൾക്ക് ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മയ്ക്ക് ദേഷ്യം വരത്തില്ല എൻ്റെ മോളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? എന്തോ ആയിക്കോട്ടെ, ആ ഉമ്മയ്ക്കും മോക്കോ അല്ലെങ്കിൽ ഈ ദയയുടെ അമ്മയ്ക്കും അച്ഛനും അവളിപ്പോഴും മോളാ, കുഞ്ഞാ. ആ ഒരു സാമാന്യ മര്യാദ ഒന്ന് ചിന്തിച്ചിട്ട് ഈ മയിര് വർത്താനം പറയാനായിട്ട് ഒരല്പം അങ്ങനെ നിൽക്ക്, ഒരു അല്പം സെൻസോട് കൂടി പെരുമാറും. ഒരുപാട് ആൾക്കാർ ഇതൊഴിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഇവരുടെ സംസാര ശൈലി, ആ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ്, ആ സാധനത്തിലാണ് ആൾക്കാരെല്ലാം റിയാക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാതെ വല്ലാണ്ട് ബ്ലാസ്റ്റ് ആയി നിങ്ങൾ കേട്ടോ. എനിക്ക് വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാതിരിക്കാം, എന്റെ ദേഷ്യം കുറെ പറഞ്ഞിട്ട് ജനങ്ങളെ. അല്ലാതെ അവൾ അറിയണം, അവളെ സ്നേഹിക്കുന്നവരുണ്ടെന്നും അവളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നും അവിടെ ഈ കാണിക്കുന്ന പേക്കൂത്ത് ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നുമാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഇതൊക്കെ കൊണ്ടിട്ട് ഞാൻ തീരെ ചെറുപ്പമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നല്ല വയസ്സുള്ള ഒരു സ്ത്രീയാണ്, അത്യാവശ്യം പ്രായമുള്ള ഒരു മുത്തശ്ശിയാണ്. എനിക്കിപ്പോൾ എൻ്റെ മകൻ വിവാഹം ഒരു 22 വയസ്സ് വിവാഹം കഴിച്ചെങ്കിൽ ഇപ്പോൾ ഞാനൊരു മുതുമുത്തശ്ശിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഞാൻ ആ ജനറേഷനിലുള്ള ആൾ തന്നെയാണ്, തർക്കമില്ല. എനിക്ക് അതിനകത്ത് ഒരു അപമാനവുമില്ല. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ ജനറേഷനിൽ ജീവിച്ച് ഇതിൻ്റെ സ്ട്രഗിൾ അനുഭവിച്ച് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് തെറി വാക്കുകൾ, അസഭ്യ വർഷങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു ലേഡിയാണ്. ചുരിദാർ ഇടുന്നതോ മിടി ഇടുന്നതോ ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തിൽ ജീവിച്ചവളാണ് ഞാൻ. അവിടെ നിന്ന് നമ്മൾ ഇപ്പോഴെത്തി. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും മിടിയിട്ടുകൊണ്ട് നടക്കാറുണ്ട്. ഇപ്പം മിടിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങളെന്താ പറഞ്ഞത്? ഫാഷൻ TV കാണുന്നത് അറിയാതെ എങ്ങനെ റിമോട്ട് തട്ടി ഏതെങ്കിലും ഒരു ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അവൻ തീർന്നവൻ.
എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ നിന്നും കാലഘട്ടത്തിൽ നിന്നും വളർന്നു വന്നവനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ഇവരെന്ത് പറഞ്ഞു? അത് തന്നെ, കിട്ടാത്ത മുന്തിരി പുളിക്കും. നീ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടില്ല, എന്നാൽ നീ ഇടണ്ട, അത്രേ ഉള്ളു. ഇവർ ആ റൂമിലിരിക്കുന്നിടക്ക് കാലം മാറിയതും കോലം മാറിയതൊന്നും ഇവർ അറിഞ്ഞില്ല, അത്രേ ഉള്ളൂ. രാവിലെ എഴുന്നേക്കുന്നു, ക്യാമറ വെക്കുന്നു, ഇതൊക്കെ പറയുന്നു, ഓഫ് ചെയ്ത് വെക്കുന്നു, രാവിലെ എഴുന്നേക്കുന്നു, ക്യാമറ വെക്കുന്നു, ഇതൊക്കെ പറയുന്നു. അതിൻ്റെ ഇടയിൽ ഈ സംഭവങ്ങൾ ചെയ്യാനും പറയാനും മറന്നുപോയി. കുറ്റം പറയാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് സൂര്യൻ ഉദിക്കുന്നോ സൂര്യൻ അസ്തമിക്കുന്നോ എന്നെങ്കിലും ഒന്ന് നോക്കണ്ടായിരുന്നു. ചന്ദ്രനെ എങ്കിലും നോക്കണ്ടായിരുന്നു. ചന്ദ്രൻ അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രനാണെങ്കിലും മൂന്നെങ്കിലും ഇടയ്ക്ക് നോക്കിയായിരുന്നു അറിയായിരുന്നു കാലം മാറിക്കൊണ്ടിരിക്കുന്നത്. ദൈവമേ, ഭൂമി 24 മണിക്കൂർ ഇങ്ങനെ കറങ്ങുന്നു സ്വന്തം അച്ചുതണ്ടിൽ. അതുപോരാതെ ഇവിടെ സൂര്യനെയും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ എന്തോരം പരിപാടികൾ നടക്കുന്നു. ഉരുൾപൊട്ടൽ വരുന്നുണ്ട്, വയനാട്ടിലെ ദുരന്തങ്ങൾ, കൊറോണ, വെള്ളപ്പൊക്കം, വെള്ളമിറക്കം, കടൽ കയറ്റം, ഇത്രയും സംഭവങ്ങൾ നടന്നു. അല്ല അറിഞ്ഞായിരുന്നോ? അല്ല, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് നിങ്ങളിപ്പോഴും മറ്റേ മിഡിയും ടോപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിരിക്കുക. ഈ പാവം ചേച്ചി, പാവം കുൽസിത ചേച്ചി. നടക്കുന്നതിന്റെ അർത്ഥം ബിക്കിനി ഇടുക എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കാണിക്കാൻ പാടില്ല, കാണിച്ച അവന്മാർ കയറി പിടിക്കും എന്നൊരു സാഹചര്യം മാറണമെന്നും, ആണുങ്ങളുടെ കണ്ണുകൾക്കാണ് മറ വേണ്ടതെന്നും, അവർ പെൺകുട്ടികളെ കൺസിഡർ ചെയ്യേണ്ടത് അങ്ങനെയാണെന്നും പറഞ്ഞു കൊടുക്കുന്നിടത്ത് അവന്മാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള പോക്രിത്തരങ്ങൾ കാണിച്ചാൽ അതിനെ എതിർക്കുകയും വേണം. ഞാനും ഒരാണാ. ആ പെണ്ണ് ഒരു ഡ്രസ്സ് ഇട്ടോണ്ട് വരുമ്പോഴത്തേക്കിന് ഞങ്ങളെ എന്തോ പ്രൊവോക്ക് ചെയ്യാന്, ഞങ്ങൾ മറ്റേ രാവിലെ ആകുമ്പോഴത്തേക്കിന് എണ്ണയൊക്കെ ഇട്ടേ ഏതോ ഇന്നില്ല അവളില്ല ചെറിയ ഡ്രസ്സാണ് ഇട്ടോട്ട് വരുന്നത്. വടി അങ്ങനെ നിൽക്കുമല്ലോ ചേച്ചി. അതങ്ങനെ നിൽക്കുമല്ല. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പീഡനമായിരിക്കുമല്ലോ നടക്കുന്നത്, അല്ലല്ലോ. പിന്നെ ചുമ്മാ ആവശ്യമില്ലാതെ ആണുങ്ങളെ അടച്ചാക്ഷേപിക്കാതെ ഞങ്ങൾ അങ്ങനെ നിൽക്കുകയൊന്നുമല്ല കേട്ടോ. നമുക്ക് അങ്ങനെ നിൽക്കുന്നവരെ കണ്ടാലും അറിയാം, അങ്ങനെ നിൽക്കാൻ ആവശ്യമില്ലാത്തവരെ കണ്ടാലും അറിയാം, ഇത് താല്പര്യമുള്ളവരെ കണ്ടാലും നമുക്കറിയാം കേട്ടോ. അങ്ങനെ അത്യാവശ്യം കോമൺ സെൻസ് നിങ്ങൾ കണക്കല്ല, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കോമൺ സെൻസ് ഉള്ള ആൾക്കാർ തന്നെ ഞങ്ങൾ. അപ്പോൾ പിന്നെ ഒരുപാട് അങ്ങ് അപരാധിച്ചിട്ടെ കയറ്റി അങ്ങ് മുകളിലേക്ക് വിടാതെ കേട്ടോ. നമുക്കറിയാം ആർക്കാണ് ഇതിനോട് ആവശ്യം, ആർക്കാണ് ഇതിനോട് ആവശ്യമില്ലാത്തത്. അവർ താല്പര്യമുള്ളതാണ്, ഇവർ താല്പര്യമില്ലാത്തതാണോ, നമ്മൾ അങ്ങോട്ട് നോക്കണോ, അങ്ങോട്ട് നോക്കിയാൽ കുഴപ്പമുണ്ടോ, ഇനി കാണിക്കാൻ വേണ്ടിയിട്ടാണോ അവർ നിൽക്കുന്നതെന്നുള്ളതും കേട്ടോ. അല്ലാതെ ആണുങ്ങളുടെ ഇടയിലോട്ട് കയറിയിട്ട് നിങ്ങൾ മറ്റേ ചുരിദാറൊക്കെ ഇട്ടോട്ട് നടക്കുമ്പോഴത്തേക്കിനും മിഡിയും ടോപ്പൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്നാൽ മതി. ഇങ്ങോട്ടൊന്ന് പാൻറ് ഉടുപ്പ് ഇടുമ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് വരണ്ട. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഇതാ ഞാൻ ഇതും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടോ, അതാണ്ട് ഉടുപ്പിനകത്ത് ഊട്ടയൊക്കെ ഉണ്ട്, ചെറിയ ഊട്ടയൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി? വല്ല അഭിപ്രായം പറയണേ. കാറിനകത്ത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ പുറത്തുമുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടോണ്ട് തന്നെ അപ്പുറത്തുനിന്ന് ഒരു 3-4 ആൾക്കാർ നിൽപ്പുണ്ട്. അവർക്ക് വല്ലതും തോന്നുമോ ചേച്ചി? രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി, തോന്നുമോ? എൻ്റെ പൊന്നളിയ, ആണുങ്ങളുടെ കഥ, പെണ്ണുങ്ങളുടെ കഥ, ഈ നാട്ടിൽ കഥകൾ മാത്രമേ ഉള്ളൂ ചേച്ചിയുടെ കൈ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണി വ്ളോഗ്സ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോയ്ക്കകത്ത് ഇതിന് വ്യക്തമായിട്ട് ക്ലിയർ കട്ട് കേസ് ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കേസ് ഫയൽ ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ അറിയാൻ സാധിച്ച ഇവർക്കെതിരെ നല്ല ബൾക്കായിട്ട് പരാതികൾ പോകുന്നുണ്ട്, നല്ല ബൾക്കായിട്ട്. ആ ഒരു കാര്യം ഷഫീനെ ഇതിനകത്ത് മനസ്സിലാക്കിയിട്ട് അതിനൊന്ന് ഒതുക്കം വരുത്തുക. നിങ്ങൾക്ക് യൂട്യൂബിൽ മേഖലയിൽ നിലനിൽക്കണം, അതിനകത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വരുമാനം ലഭിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു സ്രോതസ് അതാണെന്നുണ്ടെങ്കിൽ അത് ഹനിക്കുന്ന രീതിയിൽ, അത് ഇല്ലാതാക്കുന്ന രീതിയിൽ എന്തിനു വേണ്ടി ചെയ്യുന്നു? ആർക്ക് വേണ്ടി ചെയ്യുന്നു? സമൂഹത്തിൽ നന്മ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ. നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് സമൂഹത്തിൽ എന്ത് നന്മയുള്ളത്? കൂടെ നിൽക്കുന്നവരെ വരെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവണതകളാണ്. ഒരിക്കലും അത് നന്മയല്ല. ഇനി ആ കേസ് എന്തോ നോക്കാം. ഞാൻ സൈബർ സെല്ലിന് പരാതി അയക്കുന്ന സമയത്ത് ടൈം സ്റ്റാമ്പ് ചെയ്തിരുന്നു. ഞാൻ എൻ്റെ ഒരു ഗതികേട് ആലോചിക്കുകയാണ്. ത്രൂ ഔട്ട് സാർ നിങ്ങൾ ഈ വീഡിയോ കാണണം എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടൈം സ്റ്റാമ്പ് ചെയ്യുമ്പം ഓരോ സെക്കൻഡും ടൈം സ്റ്റാമ്പ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിൽ 41ാമത്തെ സെക്കൻഡ് മുതലാണ് ടൈം സ്റ്റാമ്പ് ചെയ്ത് സൈബർ സെല്ലിന് പരാതി നൽകിയിട്ടുള്ളത്. അതിൽ 6 മിനിറ്റ് 46 ആകുന്ന സെക്കൻഡിൽ, അതിന് മുൻപ് തൊട്ടേ ദയയുടെ അമ്മയെ നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ജു പിള്ളയെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. പക്ഷേ 6 മിനിറ്റ് 46 ആകുന്ന സെക്കൻഡിൽ ഇവർ സംസാരിക്കുന്നത് ദയയോടാണ്. വിവസ്ത്രയായി റോഡിൽ ചെന്ന് നിൽക്ക്, ആണുങ്ങൾ കയറി പിടിക്കട്ടെ, ദയയ്ക്ക് ആണുങ്ങൾ ശരീരത്തിൽ ഞെക്കണം, ഞെവിടണം, നീ ബസ്സിൽ കയറി നിൽക്കൂ, നിന്നെ എല്ലാ ആണുങ്ങളും തടവട്ടെ, നീ കാമപ്രാന്തിയാണ് എന്നൊക്കെയാണ് ഇവർ ദയയോട് പറയുന്നത്. ഒരു പെൺകുട്ടി അവളുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടോ അവളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടോ അവൾക്കിഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദയ ഫാഷൻ ഡിസൈനിങ് അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് പഠിച്ചു എന്നാണ്. ഐ എം സോറി ഇഫ് ഐ എം റോങ്, പക്ഷേ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പോൾ അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായും അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായും ഒക്കെ പുതിയ സ്റ്റൈൽസ്, പുതിയ ഫാഷൻ ട്രെൻഡ്സൊക്കെ പരീക്ഷിക്കുക, പുതിയ ഫാഷൻ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെയെന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൊഫഷൻ്റെയും കൂടെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അവരവരുടെ ഇഷ്ടത്തിന്
വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ അവർ പൊതുസ്ഥലത്ത് നഗ്നതാ പ്രദർശനം നടത്തിയിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം പൊതുസ്ഥലത്ത് അവർ നഗ്നതാ പ്രദർശനം നടത്തിയിട്ടില്ല. അങ്ങനെ ലൈംഗിക അതിക്രമം നേരിട്ട ഒരു പെൺകുട്ടി, ഇപ്പോൾ ആ പെൺകുട്ടി ജീവനോടെ ഇല്ല. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും നിയമപരമായി തെറ്റാണ്. അപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ ഒരുപാട് നിയമപരമായ തെറ്റുകൾ ഈ സ്ത്രീ നടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ തിരുവനന്തപുരം സൈബർ ക്രൈം സെൽ ഓഫീസർക്ക് അയച്ച പരാതി ഞാൻ വായിക്കാം. ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്രസ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തൻ്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായി റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ, ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ, നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ, പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിങ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തൻ്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയെയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛൻ്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്തു തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം, അതിൻ്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തുതന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം, ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചിവാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷഫീന ബീവി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനുചിതമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും. ഒരു ഡിങ്കന്റെ മോളാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട്? അത് സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കുക, എന്നിട്ട് നമുക്ക് അയൽപക്കത്ത് പ്രശ്നത്തിൽ തീർക്കാനായിട്ട് പോവാം. ഇരയുടെ സ്വകാര്യതയും മരണാനന്തര മാന്യതയും സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ പ്രകാരം ഈ വിഷയം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 8. ഡിവോഴ്സായ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ. പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 9. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീയെ അവരുടെ മക്കൾ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. സ്വന്തം മക്കൾ അവരുടെ അമ്മയെ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വന്തം അമ്മയെ തങ്ങൾ കൊലപ്പെടുത്തുമെന്ന ചിന്ത ജനിപ്പിക്കുകയും അത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ബാധകമാകാൻ സാധ്യതയുള്ള നിയമവകുപ്പുകൾ പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ, ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, വ്യക്തിയുടെ പ്രതിച്ഛായയെ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ,
ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ, അബെറ്റ്മെന്റ്, ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ വ്യവസ്ഥകൾ, അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരമുള്ള ബാധകമായ വ്യവസ്ഥകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപമാനകരവും ഹാനികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അന്വേഷണത്തിൽ ആവശ്യമായ മറ്റ് വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ അപേക്ഷ: പ്രസ്തുത വീഡിയോയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പരിശോധിക്കണം. വീഡിയോയിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കണം. ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണം. ബാധിത വ്യക്തിയുടെ മാന്യതയും സുരക്ഷതയും സംരക്ഷിക്കുന്നതിനുള്ള എടീ, ഒരു ഒറ്റ വീഡിയോയിലൂടെ ഇത്രയധികം നിയമകുറ്റങ്ങളൊക്കെ പിടിച്ചു മേടിക്കാനായിട്ട് പറ്റൂല്ലേ? അതൊക്കെ തന്നെ വലിയ അത്ഭുതകരമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ വീഡിയോസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പരീക്ഷണാടിസ്ഥാനത്തിൽ ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. ജനങ്ങൾ മാത്രമല്ല, ഇത് യൂട്യൂബ് തന്നെ നിലവിലെടുത്തിട്ട് നിങ്ങൾ ഇത് വെക്കണം. ഇതാണ് എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്ന് കാണിക്കുന്ന ഒരു സാധനമില്ല. അതൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി. ആലോചിച്ച് നോക്ക്, നമ്മുടെ മറ്റൊരാൾക്കെതിരെ കേസ് വരുന്നതിനകത്തല്ല, ആ കേസ് ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നൊരു ഇതുണ്ടല്ലോ, അതല്ല ഈ സാധനം. ഇത് ആ സാധനം, ഇത് പച്ച അപരാധം പറഞ്ഞതിന്, പച്ച അപരാധം കയറിയിരുന്ന് ഒരു ലിമിറ്റ് ഇല്ലാതെ പച്ച അപരാധം ആ കുടുംബത്തിനോടും ആ പെണ്ണിനോടും നിന്റെ ഡ്രസ്സ് ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെയാണ് കാണിക്കേണ്ടത്, നീ എന്തു ആ ഒരു മാന്യമായ ഭാഷയിൽ അവരെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവരെ ചിലപ്പോൾ വിചാരിക്കാം അവൾ പറയുന്നത് ശരിയാണല്ലോ എന്ന്. അല്ലാതെ ഞാൻ എൻ്റെ മകളെ പോലെ കണ്ടവളാന്ന് പറഞ്ഞിട്ട് ഒരു മകളെ പോലെ കണ്ടവളോട് ഇനിയും പറയാനൊന്നുമില്ല. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ എല്ലാ മര്യാദഘട്ട കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അതിന് പേര് റിയാക്ഷൻ. ആ ഒരു സാധനം സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് നിങ്ങൾ ഭയങ്കര വിപത്താണ് കേട്ടോ, സാമൂഹിക വിപത്തായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടേ ഈ വക്കീൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള നിയമ പരിപാടികളുണ്ട്, എന്താണെന്നുള്ളത്. ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വെയിറ്റ്, അഭിപ്രായം പറയാൻ മുട്ടുന്നുണ്ടാകും. ജസ്റ്റ് ഹോൾഡ് ഓൺ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഫോട്ടോ ഒരു പെൺകുട്ടി അവളുടെ പ്രൊഫൈലിൽ പബ്ലിക്കായിട്ട് ഇട്ടതാണ്. എനിക്ക് ഈ ഫോട്ടോ കണ്ടിട്ട് ഒരു കുഴപ്പവും തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാന്യമായ രീതിയിൽ അഭിപ്രായം പറയാനുള്ള പൂർണ്ണ റൈറ്റ് ഉണ്ട്. പക്ഷേ തോന്നിവാസം പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരാൾക്ക് മാനഹാനി വരുത്തുന്ന രീതിയിൽ കമന്റുകൾ പറഞ്ഞാലോ അല്ലെങ്കിൽ വീഡിയോ വഴി റിയാക്ട് ചെയ്താലോ പ്രശ്നമാകും ഗൈസ്. അപ്പോൾ നിങ്ങൾ പറയും, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ അഭിപ്രായം പറയുമ്പോൾ ഒരാളെ ഡീഫെയിം ചെയ്യുന്ന രീതിയിൽ അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് തരുന്നില്ല. ആൻഡ് ഡീഫമേഷന്റെ പരിധിയിലേക്ക് പോവുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 356 2 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണ്. ആൻഡ് നിങ്ങൾ ഈ ഡീഫെയിം ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, അവരങ്ങാൻ സിവിൽ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. സോ ഗൈസ്, ഈ പരിപാടി ചെയ്യരുത്. അഭിപ്രായം മാന്യമായ രീതിയിൽ പറയുക. തോന്നിവാസവും ഡീഫമേഷനും ആയാൽ ജയിലാകും, പൈസ പോകും. ഇതൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് ആർക്കും നിയമം അറിയില്ല എന്നുള്ള കാര്യമാണ്. സോ നിയമങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് അറിയാൻ ഫോളോ ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങളും. പിടിവീഴുന്ന പരിപാടികളൊക്കെ അല്ലേ കാണിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്നോ ആർക്ക് വേണ്ടി എനിക്ക് മനസ്സിലാവുന്നില്ല. ഒട്ടും സാറ്റിസ്ഫൈ അല്ല ഇങ്ങനൊരു കാര്യം ഇവർ ചെയ്ത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ തൊടാതെ എടുക്കാതെ മാറ്റി വെച്ചിരുന്നത്, അതിനകത്ത് വേണ്ട കൈയിടണ്ടാണ്. കാരണം പക്ഷെ ഓരോ ആൾക്കാർ നമുക്ക് വീണ്ടും മെസ്സേജ് അയച്ചിട്ട് നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്നല്ലേ എന്ന് പറയുമ്പോഴത്തേന് നിർബന്ധിതമായിട്ട് ഞാൻ ചെയ്യേണ്ടി വരുന്നത് ഇത്. അപ്പോൾ അതിനകത്ത് പക്ഷേ നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നാൾ വീഡിയോ ചെയ്തതിന് ഒരു വിലയില്ലാതാവും, കാണുന്നവർക്കൊരു വിലയില്ലാതാവും. ഇതുപോലുള്ളൊരു തെമ്മാടിത്തരം കൂടെ റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് റിയാക്ട് ചെയ്യേണ്ട സാധനം തന്നെ. ഞാനായിട്ട് എന്തിനാണ് ഇത്രയും ദിവസം ഹോൾഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം പറഞ്ഞാൽ ഞാൻ ഇവരുടെ വീഡിയോ കാണത്തില്ലായിരുന്നു. ഇവരുടെ വീഡിയോയ്ക്കകത്ത് പല ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടൊക്കെ ഉണ്ട്, അതില്ല എന്ന് പറയത്തില്ല, എടുത്തിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും നല്ല ഭാഗങ്ങളൊക്കെ മൊത്തം എടുക്കാനും പറ്റത്തില്ല, എടുത്ത് വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ ചാനലിനകത്ത് വന്നിട്ട് ഈ ഒരു സാധനം ഈ പറഞ്ഞ റീൽസിനകത്ത് കണ്ടിന്യൂസ്ലി ഇത് തന്നെ വരും. എനിക്ക് മാത്രമല്ല, നിങ്ങളുടെ എല്ലാം ഫീഡിനകത്ത് ഇതായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നില്ലേ. ഇവർ പറയുന്നത് കുറെ പെണ്ണുങ്ങൾ റിയാക്ട് ചെയ്ത് എനിക്കറിയാൻ വയ്യ. ഈ നാട്ടിൽ ഇത്രയും പെണ്ണുങ്ങളുണ്ടോ എന്ന് ഞാൻ ഇപ്പോഴേ അറിയുന്നത്. കൂട്ടമായിട്ട് പറ്റില്ല, ഒരു കാക്കയെ തൊടുമ്പോഴത്തേന് എല്ലാ കാക്കകളും വരുമല്ലോ. അതേ കണക്ക് സാധാരണ കാക്കയെ തൊടുന്ന ഏതെങ്കിലും മനുഷ്യരായിരിക്കും, ഇത് കാക്കയെ തൊട്ടത് ഒരു കാക്ക തന്നെയാണ്. അപ്പോഴത്തേന് ഇതെല്ലാം കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് എന്നാ പിന്നെ ഞാൻ എന്താ ശരിയല്ലല്ലോ. എടുത്തപ്പോൾ ഉണ്ടല്ലോ മനസ്സിലായേ, അടിപൊളി. പഠനത്തിന് വിധേയമാക്കേണ്ടതായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം